ഈ ആമസോൺ മഴക്കാടുകളിൽ പതിവ് പോലെ നാഷണൽ ജിയോഗ്രഫി ഡിസ്നി പ്ലസിനായുള്ള ഒരു ചിത്രീകരണത്തിന് വേണ്ടി പോയതാണ്. ആമസോൺ കാടുകൾ ഒരു പ്രധാന കേന്ദ്രമാണല്ലോ ഇത്തരം ചിത്രീകരണങ്ങളുടെ. അപ്പോൾ അവിടെ പ്രൊഫസർ ഫ്രീക്ക് വോങ്ങും സംഘവുമാണ് ഈ ചിത്രീകരണത്തിന് പോയത്. അവരെ ഞെട്ടിപ്പിക്കുന്ന, ലോകത്തെ തന്നെ അമ്പരിപ്പിക്കുന്ന ഒരു കണ്ടെത്തലിലേക്കാണ് അവർ ചെന്ന് ചാടിയത്. ലോകത്തെ ഏറ്റവും വലിയ പാമ്പിനെ, അതായത് അനക്കൊണ്ടകളിലെ ഏറ്റവും വലിയ ഭീമനെ അവർ ഈ ചിത്രീകരണത്തിനിടെ കണ്ടെത്തുകയായിരുന്നു. അനഘ പ്രകാശുണ്ട്. അനഘ, നമ്മൾ എല്ലാവരും തന്നെ പൊതുവെ സിനിമകളിലാണ്, അനക്കൊണ്ട എന്ന സിനിമയിലൂടെയൊക്കെയാണ് ഈ അനക്കൊണ്ട എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്നൊക്കെ അറിയുന്നത്. പിന്നെയാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതിപ്പോൾ ഇത്രയും വലുത്, അത് അവിടെ ഇത് കൂടുതലുള്ളതാണോ? അദ്ദേഹത്തെ സമ്മതിക്കണം. അതിൻ്റെ മുമ്പിൽ നിന്ന് കൈയൊക്കെ കാണിച്ച് വിജയിച്ചതിനും ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ? ശരി ദിവിഷ് പറഞ്ഞ പോലെ തന്നെ എനിക്കും അനാക്കോണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ആ അനാക്കോണ്ട സിനിമകളിലെ ദൃശ്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. അന്ന് കുട്ടിക്കാലത്തൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി പേടിച്ചൊക്കെയാണ് അത് കണ്ടത്. പിന്നെ മനസ്സിലായി വലുതായപ്പോൾ അതവർ മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചാണ് ഇത്ര വലിയ അനാക്കോണ്ടകളൊക്കെ ചെയ്തതെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു ഭീമൻ അനാക്കോണ്ടയെ ശരിക്കും കണ്ടുകിട്ടിയിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അനാക്കോണ്ട എന്ന് പറയുന്നത് തന്നെ പൊതുവെ വലിയ ഒരു പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു പാമ്പാണ്. പക്ഷേ ഇപ്പോൾ ഈ എന്താ പറയുക, ആമസോൺ മഴക്കാടുകളിലാണ് അനാക്കോണ്ടകളെ കൂടുതലായും കാണുന്നത്. ഇതിൽ 4 തരങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതലും അല്ലെങ്കിൽ ഏറ്റവും വലിയ അനാക്കോണ്ട എന്ന് പറയുന്നത് സദേൺ അനാക്കോണ്ട അല്ലെങ്കിൽ ഒരു ഗ്രീൻ അനാക്കോണ്ട എന്നൊക്കെ പറയുന്ന വിഭാഗമാണ്. അതിന് സാധാരണ കൂടുതലും കണ്ടുവരുന്നത് ഒരു 16 അടി വരെയൊക്കെയാണ് കൂടുതലായും കണ്ടുവരുന്ന ഒരു നീളമൊക്കെ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അനാക്കോണ്ട, അതിന് പേരിട്ടിരിക്കുന്നത് നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ട എന്നാണ്. അതിന് 26 അടിയിലധികമാണ് നീളം. അതുപോലെ തന്നെ അതിന്റെ ഭാരം എന്ന് പറയുന്നത് 200 കിലോഗ്രാമിനടുത്തുണ്ട്. ഭീമനാണ്, അതിഭീമൻ എന്ന് പറയാം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൂടുതൽ എണ്ണം ഒക്കെ ഉണ്ടോ എന്ന് വരും ദിവസങ്ങളിലൊക്കെ അല്ലേ കാഴ്ചകളിലൂടെ നമുക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി അനഘ.